ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന നടുവേദന മാറാൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന 2-3 സ്ട്രെച്ചസ് കാണിച്ചു തരാം. ആദ്യത്തെ സ്ട്രെച്ച്, നമ്മളൊരു യോഗ മാറ്റ് എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ നിലത്ത് കിടക്കുക. കാല് എന്തെങ്കിലും ബെഡിന്റെ മുകളിൽ അല്ലെങ്കിൽ കോട്ടിന്റെ മുകളിലൊക്കെ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വരുന്ന ഡിസ്കിലുള്ള പ്രഷർ കുറയ്ക്കാൻ ഈ ഒരു പൊസിഷൻ കൊണ്ട് സഹായിക്കും. നമ്മുടെ ലോ ബാക്ക് നല്ലപോലെ സ്ട്രെച്ച് ആവും. ഒരു 20-25 പ്രാവശ്യം നല്ലപോലെ ലോങ് ബ്രീത്ത് എടുക്കുക. ശ്വാസം വലിച്ചു വിട്ടുമ്പോൾ തന്നെ നമ്മുടെ ബോഡി നല്ലപോലെ റിലാക്സ് ആവും. ഡിസ്കിലേക്ക് വരുന്ന കംപ്രഷൻ കുറയ്ക്കാനും ഈ ഒരു പൊസിഷൻ കൊണ്ട് സാധിക്കും. സ്ട്രെച്ച് നമ്പർ 2, നമ്മൾ ഇങ്ങനെ ഈ പൊസിഷനിൽ കിടന്നതിന് ശേഷം 2 സൈഡിലേക്ക് നമ്മുടെ വൈപ്പർ ബ്ലേഡ് പോലെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഹിപ്പ് ജോയിന്റിലേക്ക് ഒരു മൂവ്മെന്റ് കൊണ്ടുവന്നിട്ട് ആ മസിൽസ് ഒന്ന് റിലാക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്കിലേക്ക് വരുന്ന ലോഡ് കുറയും എന്നുള്ളതാണ്. നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹിപ്പ് ജോയിന്റിലുള്ള മൂവ്മെന്റ്സ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ലോ ബാക്കിലുള്ള മസിൽസ് റിലാക്സ് ചെയ്യുകയും അതുകൊണ്ട് ഡിസ്കിലേക്കുള്ള പ്രഷർ കുറയുകയും ചെയ്യും. സ്ട്രെച്ച് നമ്പർ 3, നമ്മളിങ്ങനെ കമിഴ്ന്ന് കിടന്നതിന് ശേഷം നമ്മുടെ കൈ രണ്ടും നമ്മുടെ ഷോൾഡറിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം മെല്ലെ ഈ ഷോൾഡർ ലിഫ്റ്റ് ചെയ്യുക. ഈ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇവിടെയാണ് ആ സ്ട്രെച്ച് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ പൊസിഷൻ ആർക്കെങ്കിലും സ്ട്രെയിൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈ മടക്കിയിട്ടും നമ്മുടെ ഫോറാമിനെ റെസ്റ്റ് ചെയ്തിട്ടും നമുക്ക് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. ഈ പൊസിഷൻ ഒരു 5 to 6. ഹലോ ഗൈസ്, എല്ലാവർക്കും ഇപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ, വെൽക്കം ടു ദ സെഷൻ വേക്ക് അപ്പ് ടു റിയാലിറ്റി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ എക്സസൈസ് പ്രിസ്ക്രിപ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടില്ലേ, അപ്പം ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? ഒരു ഫിസിഷ്യൻ, ആയുർവേദ ഫിസിഷ്യൻ ആണെന്ന് തോന്നുന്നു എനിക്ക്, കൃത്യമായി എക്സസൈസുകളെല്ലാം പറഞ്ഞു തരുന്നു, രോഗിക്ക് വേണ്ട ആവശ്യ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? ഇങ്ങനെ ചെയ്താൽ ഡിസ്ക് ബൾജുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡിസ്ക് ബൾജ് മാറും. ഇത്തരത്തിൽ വിശ്വസിച്ച് പേഷ്യൻസ് എക്സസൈസ് ചെയ്യുകയും അതിൻ്റെ തിക്തഫലമായി തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പേഷ്യൻസിന് അനുഭവിക്കേണ്ടതായും വരുന്ന ഒത്തിരി സിറ്റുവേഷൻസ് ഇപ്പോൾ വരുന്നുണ്ട്. ഞങ്ങൾക്ക് വരുന്ന പല കോളുകളിലും പേഷ്യൻസ്, പല മെസ്സേജുകളിലും പേഷ്യൻസ് പറയാറുണ്ട്, എക്സസൈസുകൾ പലരും പറഞ്ഞു തന്നത് കേട്ട് ചെയ്തതിന് ശേഷം ബുദ്ധിമുട്ടുകൾ കൂടി എന്നുള്ളത്. ഇവിടെ എന്താണ് തെറ്റായിട്ടുള്ള കാര്യം? ആർക്കൊക്കെ എക്സസൈസ് പ്രിസ്ക്രൈബ് ചെയ്യാം? എന്താണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട വീഡിയോയിൽ ആദ്യം കാണുന്നത് ഒരു പൊസിഷണൽ ട്രെയിനിങ് ആണ്. അതായത് അതൊരു സ്ട്രെച്ചിങ് അല്ല, അതൊരു പൊസിഷണൽ ട്രെയിനിങ് ആണ്. പൊസിഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയെ ഒരു പെർട്ടിക്കുലർ രീതിക്ക് അലൈൻ ചെയ്ത് കഴിയുമ്പം ഡിസ്കിലേക്ക് വരുന്ന പ്രഷറുകളെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. അത്തരത്തിൽ നമുക്ക് ഒരു പൊസിഷനിൽ പേഷ്യൻസിനെ കിടക്കാൻ അനുവദിക്കുന്നതിനെയാണ് പൊസിഷണൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ കണ്ടത് ഒരു കോർ എൻഗേജിങ് എക്സസൈസാണ്. അതായത് നമ്മുടെ കോർ മസിൽ എന്ന് പറയുന്നത് നമ്മുടെ വയറിൻ്റെ ഭാഗത്തുള്ളതും നമ്മുടെ ഇടുപ്പിൻ്റെ ഭാഗത്തുള്ളതും ആയിട്ടുള്ള നമ്മളെ എണിച്ച് നിൽക്കാൻ സഹായിക്കുന്ന മെയിനായിട്ടുള്ള മസിലുകളുടെ ഒരു ഗ്രൂപ്പിനാണ് കോർ എന്ന് പറയുന്നത്. അത്തരത്തിൽ കോർ മസിൽസിനെ എൻഗേജ് ചെയ്യിക്കുന്ന ഒരു എക്സസൈസ് ട്രെയിനിങ് ആണ്. ഇനി മൂന്നാമത് കണ്ടതോ, അതൊരു മെക്കൻസി എക്സസൈസാണ്. മെക്കൻസി എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പൈനിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് സ്പൈനിലേക്ക് വരുന്ന ലോഡ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊസിഷനും അതേപോലെ തന്നെ സ്പൈനിന് ചുറ്റും കാണുന്ന ചില മസിലുകളുണ്ട്, സ്പൈനിന് ക്ലോസ് ആയിട്ട് കാണുന്ന, അവയെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസും മാത്രമാണ്. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് അതൊരു സ്ട്രെച്ചിങ് എക്സസൈസ്, 3 സ്ട്രെച്ചിങ് എക്സസൈസുകളെന്ന് പറഞ്ഞ് ക്യാപ്ഷനോട് കൂടിയാണ് അത് കണ്ടത്. അത് 3 സ്ട്രെച്ചിങ് എക്സസൈസുകളല്ല. ഒന്നാമത്തെ കാര്യം, ഇത് 3 സ്ട്രെച്ചിങ് എക്സസൈസുകളല്ല. അതിൽ പുള്ളി പറയുന്നത് നമ്മളിങ്ങനെ ഉയരുമ്പോൾ ബാക്കിലെ മസിൽ സ്ട്രെച്ച് ആവും എന്നാണ് പറയുന്നത്. അങ്ങനെ സ്ട്രെച്ച് ആവത്തുമില്ല. ഒരിക്കലും നമ്മളൊരു മസിലിനെ ഷോർട്ടൺ പൊസിഷനിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്ട്രെച്ച് ആവില്ല. സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് തന്നെ മസിലിനെ അതിൻ്റെ പൊസിഷനിൽ നിന്ന് ലെങ്തൻ ചെയ്യിക്കുന്നതിനാണ് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. സോ ഈ വീഡിയോയിൽ തന്നെ ഈ എക്സസൈസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആളിന് തന്നെ എന്താണ് ആൾ പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളൊരു കൃത്യമായുള്ള ഗ്രാഹ്യമില്ല. ഇത്തരത്തിൽ എക്സസൈസ് അഡ്വൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഡിസ്ക് ബൾജുള്ള തന്നെ എല്ലാ പേഷ്യൻസിനും എല്ലാ എക്സസൈസുകളും ചെയ്യാൻ സാധ്യമല്ല. നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഡിസ്ക് ബൾജിൻ്റെ അളവും ഡിസ്കിൻ്റെ ഡ്രൈനെസ്, ഡിസ്കിനുള്ള പ്രൊട്രൂഷനാണോ അതേ എക്സ്ട്രൂഷനാണോ അതല്ലെങ്കിൽ ഡിസ്കിന് ചെറിയ തോതിലുള്ള ബൾജിങ്ങോ ഉള്ളോ, അത് ഇനി ഏത് ഭാഗത്തേക്കാണ് ബൾജായിരിക്കുന്നത്, സെൻട്രൽ ബൾജാണോ ലാറ്ററൽ ബൾജാണോ, ഇത്തരത്തിലുള്ള പല ക്രൈറ്റീരിയകളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡിസ്ക് ബൾജിനുള്ള എക്സസൈസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ ആദ്യം കാണിച്ച പൊസിഷനിങ്, അതൊരു പൊസിഷണൽ ട്രെയിനിങ് ആയതുകൊണ്ട് തന്നെ അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം, അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും വരാൻ സാധ്യതയില്ല. ഇതിൽ രണ്ടാമത് കാണിക്കുന്ന എക്സസൈസ്, അതായത് റൊട്ടേഷണൽ എക്സസൈസ്. ഇത്തരത്തിലുള്ള റൊട്ടേഷൻ എക്സസൈസുകൾ നിങ്ങൾക്ക് ഡിസ്ക് ബൾജിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ലാത്ത ഗ്രൂപ്പ് ഓഫ് എക്സസൈസിനകത്ത് വരുന്ന എക്സസൈസാണ്. എന്തുകൊണ്ട് അത് എക്സസൈസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല? ഇതിലിപ്പോൾ രണ്ടാമത് കണ്ട എക്സസൈസ് എന്ന് പറയുന്നത് സ്പൈനൽ റൊട്ടേഷൻ എക്സസൈസുകളാണ്. ഇത്തരത്തിലുള്ള സ്പൈനൽ റൊട്ടേഷൻ എക്സസൈസുകൾ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഡിസ്ക് ബൾജുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല. അൺടിൽ ആൻഡ് അൺലെസ് നിങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റ് അത് അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ മാത്രം.
അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസ്കിൻ്റെ ബൾജിൻ്റെ ഡിഗ്രി അനുസരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള എക്സസൈസുകൾ എങ്ങനെ ചെയ്യാൻ പറ്റില്ലയോ എന്നുള്ളത് ക്ലാസിഫൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡിസ്കിൻ്റെ ബൾജ് ഒരു 50% മുകളിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള റൊട്ടേഷണൽ എക്സസൈസുകൾ ചെയ്യുമ്പോൾ അത് എഗെയിൻ നെർവ് ഇറിറ്റേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു പൊസിഷനിലേക്ക് അഡാപ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്പൈനിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്ന സമയത്ത് ഈ ഡിസ്ക് ആ ഭാഗത്തിരുന്ന് തന്നെ റൊട്ടേറ്റ് ആവാനും റൊട്ടേഷൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ഡിസ്ക് നെർവ് കംപ്രഷനിലേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ നെർവിനെ വീണ്ടും ഇറിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഡിസ്കിൻ്റെ ബൾജിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, ഏത് ലെവലിലാണ് ഡിസ്കിൻ്റെ ബൾജ് ഉള്ളത്, ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യണം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലുള്ളൊരു കോബ്ര പോസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു മെക്കൻസി എക്സസൈസ് നിങ്ങൾക്ക് എപ്പോൾ ചെയ്യാൻ പറ്റും. ഡിസ്ക് ബൾജ് പോസ്റ്റീരിയർ ബൾജാണ്, അതായത് ഡിസ്ക് നിങ്ങൾക്ക് തള്ളിയിരിക്കുന്നത് പുറകിലേക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നൊരു എക്സസൈസാണ്. അതിൻ്റെ കംപ്രഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നൊരു എക്സസൈസാണ് മെക്കൻസി എക്സസൈസ് അഥവാ എക്സ്റ്റൻഷൻ എക്സസൈസ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള എക്സസൈസുകൾ. ഇനി ഏതൊക്കെ സാഹചര്യത്തിൽ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസ്ക് എന്ന് പറയുന്നത് ഉള്ളിൽ ഒരു സോഫ്റ്റ് ടിഷ്യൂവും പുറത്ത് ഒരു ഹാർഡ് ടിഷ്യൂവും ഉള്ളൊരു സ്ട്രക്ചറാണ്. അകത്തുള്ള സോഫ്റ്റ് ടിഷ്യൂവിന് നമ്മൾ ന്യൂക്ലിയസ് പൾപ്പോസം എന്ന് പറയും. പുറത്തുള്ളൊരു ഹാർഡ് ഫൈബർ സ്ട്രക്ചറിനെ നമ്മൾ ആനുലസ് ഫൈബ്രോസിസ് എന്ന് പറയും. ഈ ആനുലസ് ഫൈബ്രോസിസ് എന്ന് പറയുന്ന സ്ട്രക്ചർ കുറച്ച് ഹാർഡാണ്, അത് ഫൈബർ ടൈപ്പുള്ളൊരു സ്ട്രക്ചറാണ്. അത് ബ്രേക്ക് ചെയ്ത് അകത്തുള്ള ന്യൂക്ലിയസ് പൾപ്പോസം എന്ന് പറയുന്ന സോഫ്റ്റ് പാർട്ടിക്കിൾ പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥേനെയാണ് നമ്മൾ ഡിസ്ക് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ എക്സ്ട്രൂഡഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക് ഉള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കോബ്ര പോസ് ചെയ്യാൻ പാടില്ല. കാരണം അത് നിങ്ങളുടെ സ്പൈനിലേക്ക് തിരിച്ച് കയറി പോകില്ല. നമുക്കിപ്പം പ്രൊട്രൂഷനാണ്, അതായത് ഡിസ്ക് മൊത്തത്തിലാണ് തള്ളിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന പൊസിഷൻ കൊണ്ട് ഡിസ്കിനെ കുറച്ചുള്ളിലേക്ക് തള്ളാൻ നമുക്ക് സാധിക്കും. എന്നാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ എക്സ്ട്രൂഡഡ് ആയിട്ടുള്ളൊരു ഡിസ്ക്കാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്നും നിങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഉള്ളിലേക്ക് കയറി പോവില്ല, അൺലെസ് ആൻഡ് അണ്ടിൽ നമ്മളതിനെ എക്സിഷൻ ചെയ്ത് കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ. അത്തരത്തിലുള്ള അവസ്ഥയിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പോസുകൾ ചെയ്യാൻ, അത്തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, റെയർ ആണെന്നുണ്ടെങ്കിലും ആൻറ്റീരിയർ ഡിസ്ക് ബൾജ് എന്ന് പറയുന്ന തരത്തിൽ ഡിസ്ക് മുന്നിലേക്ക് തള്ളുന്ന അവസ്ഥകളുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക് ബൾജ് വേഴ്സൺ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഡിസ്ക് ബൾജിൻ്റെ കൂടെ തന്നെ മറ്റ് കണ്ടീഷൻസുള്ള പേഷ്യൻസ് നമുക്ക് വരാറുണ്ട്. അതായത് സ്പോണ്ടിലോലിസ്തസിസ് എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അതായത് നമ്മുടെ നട്ടല് ഒന്ന് മറ്റൊന്നിൻ്റെ മുകളിലേക്ക് തെന്നി മുന്നിലേക്ക് പോകുന്നൊരവസ്ഥയാണ് സ്പോണ്ടിലോലിസ്തസിസ്. ഇതിനെ അസോസിയേറ്റ് ചെയ്തും ഡിസ്ക് ബൾജ് കാണാറുണ്ട് പല ആൾക്കാരിലും. ഇത്തരത്തിൽ ഡിസ്ക് ബൾജിൻ്റെ കൂട്ടത്തിൽ സ്പോണ്ടിലോലിസ്തസിസും കൂടെ ഉള്ള ഒരാളാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കോബ്ര പോസ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വെർട്ടിബ്ര, അതായത് നിങ്ങൾ ഈ തള്ളിയിരിക്കുന്ന നട്ടല് വീണ്ടും മുന്നിലേക്ക് തള്ളിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സിവിയർ ആയിട്ടുള്ള വീക്ക്നെസ്സിലേക്ക് നിങ്ങളെ ഇത് കൊണ്ടെത്തിക്കാം. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല എക്സസൈസ് വീഡിയോകളും ശരിയായിട്ടുള്ള ഒരു നോളജിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കില്ല. സാധാരണക്കാർ അഡ്വൈസ് ചെയ്യുന്നത് കാണാറുണ്ട്, കൂടാതെ പലതരത്തിലുള്ള ഫിസിഷ്യൻസ് അഡ്വൈസ് ചെയ്യുന്നത് കാണാറുണ്ട്, ലൈക്ക് ഹോമിയോപ്പതി, ആയുർവേദ പോലുള്ള ബേസിക്കായിട്ടുള്ള ബോഡി മെക്കാനിക്സിനെ പറ്റിയിട്ടുള്ള അറിവില്ലാത്ത ആൾക്കാർ അഡ്വൈസ് ചെയ്യുന്ന എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനിലിരിക്കുന്ന നിങ്ങളെ മറ്റൊരു കണ്ടീഷനിലേക്ക് കൊണ്ടെത്തിക്കാൻ അത് മാത്രം മതിയാവും. അതുകൊണ്ട് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയോ ഒരു എക്സസൈസ് ഫിസിയോളജിസ്റ്റിൻ്റെയോ, അതായത് ബേസിക് ബോഡി മെക്കാനിക്സിനെ പറ്റി അറിയാവുന്ന ഒരാളുടെ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.